നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി ജനാധിപത്യ വിരുദ്ധമായ വാക്കാണെന്ന് മുല്ലക്കര രത്നാകരൻ. മാവേലിക്കര മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം. എഴുകോൺ കാക്കക്കോട്ടൂരിൽ നവീകരിച്ച കണ്ണാടിക്കുളം ഉദ്ഘാടനം ചെയ്തു. ഹരിതതീർത്ഥം പദ്ധതിയിലാണ് കുളം നവീകരിച്ചത്. 27 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം. പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധം ശക്തം. ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലും CPM-ന്റെ പ്രതിഷേധ പ്രകടനവും യോഗവും. ചക്കുവള്ളിയിൽ SDPയുടെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ചാരുമൂട്ടിൽ നടത്തിയ കൺവെൻഷൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ ഗ്യാരണ്ടി ജനാധിപത്യ വിരുദ്ധമായ വാക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സർക്കാരിനും ഒരു രാജ്യത്തിനും ജനങ്ങൾക്ക് വേണ്ടി ഗ്യാരണ്ടി പറയാം. പക്ഷേ ഒരാൾ ഗ്യാരണ്ടി പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് മോദി പറയുന്ന ഗ്യാരണ്ടിയാണെന്നും CPI നേതാവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. LDF മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരിമൂട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, രാജ്യത്ത് ഞാൻ ചായ കുടിച്ച് ജീവിച്ചവരാണ്, ഞാൻ പാവങ്ങൾക്കിടയിലൂടെ നടന്നു വന്നവനാണ്. അദ്ദേഹമാണ് സർവ്വകാരണ്ടി. അമ്മമാർക്ക് മുഴുവൻ ഗ്യാരണ്ടി, അച്ഛന്മാർക്ക് മുഴുവൻ ഗ്യാരണ്ടി, പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരെല്ലാം ഗ്യാരണ്ടി, വീട് വെക്കുന്നവരെല്ലാം ഗ്യാരണ്ടി, ആഹാരം കഴിക്കുന്നവർ ഗ്യാരണ്ടി. അതൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാരിന് പറയാം, ഒരു രാജ്യത്തിന് പറയാം, പക്ഷെ ഒരാളിനും പറയാൻ പാടില്ല. ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞ മോഡി അദ്ദേഹം അഴിമതിക്കെതിരായി പോരാടുന്ന വിശിഷ്ടനാണെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി പറഞ്ഞ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി P പ്രസാദ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, MS അരുൺകുമാർ MLA, LDF നിയോജകമണ്ഡലം കൺവീനർ ജേക്കബ് ഉമ്മൻ, CPM ജില്ലാ സെക്രട്ടറി R നാസർ, CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, LDF പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി R രാജേന്ദ്രൻ, K മധുസൂദനൻ, ലീല അഭിലാഷ്, മുരളി തഴക്കര, KG സന്തോഷ്, B ബിനു, G അജയകുമാർ, G ഹരിശങ്കർ, S സോളമൻ, G രാജമ്മ, K ചന്ദ്രനുണ്ണിത്താൻ, ജെന്നിസ് ജേക്കബ്, KS രവി, K മുഹമ്മദ് അലി, MT ശ്രീകുമാർ, N രവീന്ദ്രൻ, D രോഹിണി, KC ഡാനിയൽ, സുബൈർ, ബിനോസ് തോമസ് കണ്ണാട്ട, രാജു മോളേത്ത്, പള്ളിക്കൽ സുരേന്ദ്രൻ, ഷമീം, അനീഷ് താമരക്കുളം, ചാരുമൂട് സാദത്ത്, NK ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. കുന്നത്തൂർ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിനെ ചെറുക്കാൻ കോൺഗ്രസിന് ശക്തിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഘപരിവാറിനെ ചെറുക്കാൻ കോൺഗ്രസിന് ശക്തിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അധികാരത്തിന്റെയും നവലിബറൽ നയങ്ങളുടെയും പിന്നാലെ പോയ കോൺഗ്രസ് ദുർബലപ്പെട്ടു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ഇന്ന് കോൺഗ്രസും BJPയും ശ്രമം നടത്തുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. BJPയുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കാൻ ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ പാർട്ടികളെയും ഒന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പ്രധാന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ അധികാരത്തിന്റെ പുറകെ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസൃതമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ രാജ്യത്ത് ദുർബലപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തെ BJPയെ പോലെ കോൺഗ്രസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ആയതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. M ശിവശങ്കരപിള്ള, ഡോക്ടർ PK ഗോപൻ, കോവൂർ കുഞ്ഞുമോൻ MLA, ചിറ്റയം ഗോപകുമാർ, സ്ഥാനാർത്ഥി അരുൺകുമാർ, LDF നേതാക്കൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ഈ നാട്ടിലെ ജനങ്ങളുടെ നിരവധിയായ നീറുന്ന വിഷയങ്ങൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിനെയെല്ലാം മുൻനിർത്തി വേണം മുന്നോട്ട് പോകുവാൻ എന്നാണ് എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയ ഞാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. ആ ആശയത്തിൽ നിന്നുകൊണ്ട് ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം നിരവധിയായ വികസന കുതിപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതിന്റെ രാഷ്ട്രീയ വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ നാടിന്റെ വികസന മുന്നേറ്റത്തിന്, ഈ നാടിന്റെ
കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധിയായി മാറുന്ന സമയം മുതൽ തന്നെ ഈ നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ നിങ്ങളിൽ ഒരാളായി ഞാൻ ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വ്യാഴാഴ്ച ലോക വൃക്ക ദിനം ആചരിക്കും. ഇതിന്റെ ഭാഗമായി കൊല്ലം സേവ് കിഡ്നി ഫൗണ്ടേഷനും ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗും സംയുക്തമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്കകൾ എന്നതാണ് ഈ വർഷത്തെ വൃക്കദിന സന്ദേശം. 14 രാവിലെ 8:30 ബിഷപ്പ് ബെൻസിഗർ നഴ്സിംഗ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന ബോധവൽക്കരണ റാലി ചിന്നക്കട വഴി തിരികെ നഴ്സിംഗ് കോളേജിൽ സമാപിക്കും. റാലി നഴ്സിംഗ് കോളേജ് പരിസരത്ത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ IPS ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലിക്ക് ശേഷം നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ സേവ് കിഡ്നി ഫൗണ്ടേഷൻ സ്ഥാപക സെക്രട്ടറി ഡോക്ടർ പ്രവീൺ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വൃക്കരോഗികൾ പിന്തുടരേണ്ട ഭക്ഷണക്രമം അടങ്ങിയ ബുക്ക്ലെറ്റ് പ്രകാശനം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോൺ ബ്രിട്ടോ ജെ നിർവഹിക്കാം. തുടർന്ന് വിവിധ കലാപരിപാടികളും സെമിനാറും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ പാർവതി, സേവ് കിഡ്നി ഫൗണ്ടേഷൻ സ്ഥാപക സെക്രട്ടറി ഡോക്ടർ പ്രവീൺ നമ്പൂതിരി, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ഹുസാമത്ത് എന്നിവർ പങ്കെടുത്തു. ലക്ഷണം വരുമ്പോൾ തന്നെ ഒരു 40% 60% ഡാമേജ് വരുമ്പോഴാണ് ലക്ഷണം വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പോഴാണ് ലക്ഷണം വരുന്നത് തന്നെ. അപ്പോഴത്തേക്ക് വൈകി പോകുന്നു. അപ്പോൾ അത് നമ്മൾ അറ്റ് റിസ്ക് എന്ന് വെച്ചാൽ ഇത് വരാനുള്ള സാധ്യതയുള്ള ആൾക്കാരെ നമ്മൾ ആദ്യമേ അറ്റ് റിസ്ക് സ്ക്രീൻ ചെയ്യണം. അപ്പോൾ പ്രമേഹ രോഗികൾ, അല്ലെങ്കിൽ BP ഉള്ള രോഗികൾ, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം നേരത്തെ ഉള്ളത്, വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ, അല്ല പല മരുന്നുകൾ കഴിക്കുന്ന, അതിപ്പോൾ ഏത് മരുന്നാണെങ്കിലും പല മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, അല്ലെ കുടുംബത്തിൽ വൃക്കരോഗമുള്ള ആൾക്കാർ, ഇങ്ങനെ 5-6 അറ്റ് റിസ്ക് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അറ്റ് റിസ്ക് രോഗികൾ അത് റിസ്ക് മനസ്സിലാക്കി അവരെ തന്നെ 6 മാസം കൂടുമ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്ത്, അതേ ഉള്ളൂ വഴി. യൂറിനാണ് ഫസ്റ്റ്. യൂറിനിലാണ് ആദ്യം പ്രശ്നം വരുന്നത്, പിന്നെ ബ്ലഡിലോട്ട് വരുള്ളൂ. ശരിക്കും 3 രീതികളുണ്ട്. ഒന്ന് ബ്ലഡ്, യൂറിനും സ്കാന്. ആ ഓർഡറിൽ ആദ്യം യൂറിനിൽ വന്നിട്ട് പിന്നെ ബ്ലഡ് വന്നിട്ട് പിന്നെ സ്കാനിങ്ങിൽ അറിയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എഴുകോൺ കാക്കക്കോട്ടൂരിൽ നവീകരിച്ച കണ്ണാടിക്കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഹരിത തീർത്ഥം പദ്ധതി മാതൃകയാക്കി സമാനമായവ നടപ്പിലാക്കുന്നതിലേക്കായി 3 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാക്കക്കോട്ടൂർ കണ്ണാടിക്കുളം നവീകരിച്ചത്. നവീകരിച്ച കണ്ണാടിക്കുളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ജലത്തിന്റെ പ്രാധാന്യമേറി വരുന്നത് കണക്കിലെടുത്ത് സ്വാഭാവിക ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ജലവും വായുവും ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റും, അതറിയാം. അതനുസരിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും താല്പര്യം വരാനുള്ള പൊതുവായ ശ്രദ്ധകളും ഇടപെടലും ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരു ജലസ്രോതസ്സെങ്കിലും ഇതുപോലെ നല്ല കുളം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി ഏറ്റെടുക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ കരിപ്പ പഞ്ചായത്തിൽ ഇതേപോലെ തന്നെ അവിടുത്തെ ഒരു വലിയ പണ്ട് തൊട്ടേ ഈ വെള്ളം എടുക്കാൻ, അതായത് കുളിക്കാൻ മാത്രമല്ല, വെള്ളം പറ്റാത്ത ചില ചിറകളുണ്ട്, വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പോകാനൊക്കെ ഉപയോഗിക്കുന്ന ചിറകളുണ്ട്. അത്തരം ചിറയാണിപ്പോൾ നമ്മൾ അടുത്തായിട്ട് അവിടെ പോകുന്നത്. അവിടെ മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളും ഇങ്ങനെയുള്ള ശ്രദ്ധേയമായിട്ടുള്ള ആളുകൾക്ക് വളരെ പരിചയമുള്ള. കാലാവസ്ഥാ വ്യതിയാനം ജലലഭ്യതയ്ക്ക് പ്രയാസമുണ്ടാക്കുന്ന കാലത്താണ് ഒരു പഞ്ചായത്തിൽ ഒരു കുളം പദ്ധതി സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഹരിത തീർത്ഥം പദ്ധതി പോലെയുള്ളവ ഓരോ പഞ്ചായത്തിലും നടത്തണം. സാമ്പത്തികമായി ഞെരുക്കപ്പെടുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുഖ്യ പരിഗണന സർക്കാർ നൽകുന്നു. 2021 മാർച്ച് മാസം ആകെ ചെലവ് 1,38,000 കോടി രൂപയിൽ നിന്ന് 2024 മാർച്ച് ആകുമ്പോൾ 1,68,000 കോടിയിലേക്കാണ് ഉയർന്നത്. വികസന പദ്ധതികളിൽ യാതൊരുവിധ കുറവും വരുത്തുന്നില്ല എന്ന് ഇത് തെളിയിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ കേരളം തകരുന്നു എന്ന കുപ്രചരണങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ നിഷ്പ്രഭമാക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സർക്കാർ. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം അധ്യക്ഷനായിരുന്നു. തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പന്മനമലയിൽ ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം നടത്തി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. പന്മനമലയിൽ ഗവൺമെന്റ് LP സ്കൂളിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. നിങ്ങളുടെ ടീച്ചർമാരും രക്ഷകർത്താക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തത്. അതേപോലെ വീണ ടീച്ചർക്ക് ഗുരുശ്രേഷ്ഠ അവാർഡ് കിട്ടി. അതിന് നീതി കൊടുക്കണ്ടേ? വീണ ടീച്ചർക്ക് ഒരു അവാർഡ്. അങ്ങനെ ടീച്ചർമാർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവരെയും തന്നെ ഈ സംസ്ഥാന സർക്കാർ തന്നെ നിരവധി തവണ അനുമോദിച്ചതാണ്. മികച്ച പ്രവർത്തനങ്ങൾക്ക് വരും വർഷങ്ങളിലും ആ മികവ് പുലർത്തുവാൻ കഴിയട്ടെ, അത് മികവ് തുടരുവാൻ സാധിക്കട്ടെ.
അങ്ങനെ മികവ് തുടർന്നുകൊണ്ടാണ് കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ആ കിരീടം, ആ ഒരു ട്രോഫി ഇവിടെ തന്നെ വെച്ചേക്കുക. മറ്റ് സ്കൂളുകളിലേക്കൊന്നും വിട്ടുകൊടുക്കാതെ ആ യൂത്ത് ഫെസ്റ്റിവലില് ഏറ്റവും നല്ല LP സ്കൂളിലുള്ള ട്രോഫി നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. GLPS പ്രഥമാധ്യാപിക O ബീന സ്വാഗതം പറഞ്ഞു. ചവറ BPC കിഷോർ കെ കൊച്ചയ്യം മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ, പഞ്ചായത്ത് അംഗം H ഹൻസിയ, BRC കോർഡിനേറ്റർ സിന്ധു S, PTA പ്രസിഡന്റ് രഞ്ജു മുരളീധരൻ, SMC ചെയർപേഴ്സൺ K രാജിമോൾ, മദർ PTA പ്രസിഡന്റ് ശ്രീഷ്മ, റിട്ടയർഡ് അധ്യാപകൻ VS സുകുമാരൻ, SRG കൺവീനർ PL വീണ റാണി, കോളിൻസ് ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വേലൻ സൊസൈറ്റി മാർച്ച് 14-ന് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കുന്ന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റ് അടിയന്തരമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുക, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുക, പട്ടികജാതി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക, പട്ടികജാതി കുടുംബങ്ങൾക്ക് നൽകുന്ന ഭവന നിർമ്മാണ ഗ്രാന്റ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, എയ്ഡഡ് മേഖലയിൽ സംവരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും ഭാരതീയ വേലൻ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു. നാളിതുവരെ ജനസംഖ്യയുടെ കണക്കെടുപ്പല്ലാതെ സമുദായങ്ങളുടെ അല്ലെങ്കിൽ ജാതി തിരിച്ചുള്ള കണക്കുകളൊന്നും തന്നെ ഇക്കാലം അത്രയും എടുത്തിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഏകദേശം 143 അധികമായിട്ട് സമുദായ വിഭാഗങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നത് ഭരണഘടന അനുശാസിക്കുന്ന സംവരണം വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും നമ്മുടെ പശ്ചാത്തലങ്ങൾ ഉയർത്തുന്ന പട്ടികജാതിക്കാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇക്കാലം അത്രയും അതൊന്നും നടപ്പാക്കുവാൻ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. സാമൂഹ്യനീതിക്കായി സമത്വത്തിനായുള്ള പോരാട്ടത്തിൽ ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാനത്ത് നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായിട്ടാണ് 14-ന് കളക്ടറേറ്റ് ധർണ നടത്തുന്നത്. 14-ാം തീയതി വരുന്ന വ്യാഴാഴ്ച കളക്ടറേറ്റ് നടയിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ജില്ലയിലെ ഏകദേശം 250-ൽ പരം കുടുംബങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ നേട്ടം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ ഭാരതീയ വേലൻ സൊസൈറ്റി അംഗങ്ങൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടി BVS സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലാ പ്രസിഡന്റ് മഹേശൻ സ്വാഗതം പറയും. സംസ്ഥാന ജനറൽ സെക്രട്ടറി CK അജിത് കുമാർ, ഷീന മുരളി എന്നിവർ സംസാരിക്കും. BVS കൊല്ലം ജില്ലാ പ്രസിഡന്റ് മഹേശൻ, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, ട്രഷറർ അശോകൻ, സംസ്ഥാന വനിതാ ഓർഗനൈസർ P ശ്രീകുമാരി, സംസ്ഥാന യുവജന ഓർഗനൈസർ നരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കരുനാഗപ്പള്ളി ടൗണിലാണ് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C രാധാമണി, അസംബ്ലി മണ്ഡലം സെക്രട്ടറി PK ബാലചന്ദ്രൻ, ഏരിയ സെക്രട്ടറി PK ജയപ്രകാശ്, വസന്ത രമേശ്, T രാജീവ്, M ശോഭന, A അനിരുദ്ധൻ, TN വിജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വരുത്തിയതിൽ പ്രതിഷേധിച്ച് ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. CPM-ന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിൽ പ്രതിഷേധിച്ച് CPM ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ഓച്ചിറയിലും പ്രകടനം നടത്തിയത്. ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഓച്ചിറ ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPM ശൂരനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ മതസ്പർദ്ധയുണ്ടാക്കുന്നതിനും ഭീകരണത്തിനും വേണ്ടി നിയമങ്ങളെ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിനെ എതിർക്കുന്നത്? അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മൗലികമായ ഘടനയ്ക്ക് വിരുദ്ധമാണ്. സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു. K സുഭാഷ്, ബാബു കൊപ്പാറ, A അജ്മൽ, കബീറൻ സൈൻ, അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി, P ബിന്ദു, ലളിത ശിവരാമൻ, മല്ലിക ശശിധരൻ, ശ്രീധരൻ പിള്ള, അറുമുഖൻ, G ഉണ്ണികൃഷ്ണൻ, സരസ്വതി പാട്ടത്തിൽ, അഖിൽ സോമൻ, സഞ്ജയ് ബാബു, സിന്ധു മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. SDPI-യുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിലായിരുന്നു പ്രതിഷേധം.
പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിൽ പ്രതിഷേധിച്ചാണ് SDPI കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഓസ്താമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം മയ്യത്തുംകര വഴി ടൗൺ ചുറ്റി ചക്കുവള്ളിയിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ഷൂർനാട്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ ചിറയിൽ, നസീർ ചിറയിൽ, ഷഫീഖ് MMK, റഹീം പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. UDF രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. താമരക്കുളത്ത് സംഘടിപ്പിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു ഉദ്ഘാടനം ചെയ്തു. താമരക്കുളത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. UDFന്റെ നേതൃത്വത്തിലാണ് വിശദീകരണ യോഗം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു ഉദ്ഘാടനം ചെയ്തു. ആ ലഘുലേഖയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ റോഡിന്റെ നിർമ്മാണ ഏജൻസി എന്ന് പറയുമ്പോൾ കേരള റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസിയാണ്. എന്ന് വെച്ചാൽ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ആ റോഡിന്റെ പണി ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള BMJC വിഭാഗം AXCയുടെ മേൽനോട്ടത്തിലാണ് ആ റോഡ് നടക്കേണ്ടത്. ആ റോഡ് നടത്തുന്നത് താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ AEO അല്ലെങ്കിൽ പന്നിക്കാവ് ബ്ലോക്കിലിരിക്കുന്ന AXCO അല്ല. ആ റോഡ് നടപ്പിലാക്കേണ്ടത് കൃത്യമായി സമയബന്ധിതമായി 1 വർഷത്തെ കാലാവധിയുള്ള റോഡ് പൂർത്തിയാക്കേണ്ട പൂർണ്ണമായ ചുമതല ഇവിടുത്തെ റൂറൽ റോഡ് ഡെവലപ്മെന്റ് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസിക്കാണെന്നിരിക്കെ 3 പ്രാവശ്യമാണ് അതിന് പണിക്ക് വേണ്ടി വീണ്ടും കരാർ പുതുക്കി കൊടുക്കുന്നത്. T. മന്മഥൻ അധ്യക്ഷത വഹിച്ചു. MP-യുടെ വികസന ഫണ്ട് കുറവാണെങ്കിൽ സാധാരണ ഇത്തരം ഫണ്ടുകളിലൂടെയാണ് അവർ തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലെ തങ്ങളുടെ പാർലമെന്റ് മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് MP ഈ കാര്യത്തിൽ നിലപാടെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഇതൊരു വലിയ ആഘോഷത്തോടു കൂടി ഈ റോഡ് കൃത്യസമയത്ത് വന്നാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഇത് സംഭവിച്ചാൽ തങ്ങൾക്കത് മാനക്കേടാവും എന്ന് കരുതിയ B. ഹരികുമാർ, രാജൻ പിള്ള, തൻസീർ കണ്ണനാകുഴി, അദില തോമസ്, സാദിഖ, സുരേഷ് കൃപ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെയും സാംസ്കാരിക സംഘടനയായ ധ്വനിയുടെയും നേതൃത്വത്തിലാണ് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. കൊല്ലം ഡിവിഷൻ ടാക്സ് പെയർ ഡെപ്യൂട്ടി കമ്മീഷണർ ഹസീന ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ യുവ സാഹിത്യകാരി നജാ ഹുസൈൻ ലോക വനിതാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സമത്വവും ലിംഗസമത്വവും നടപ്പാക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് യുവ സാഹിത്യകാരി നജാ ഹുസൈൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ വീടുകളിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആൺകുട്ടിക്ക് പ്രൊവൈഡ് കൊടുക്കുന്നു, തീർച്ചയായും ചെയ്യും. ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ നിലയിലല്ല അവർ പരിഗണിക്കപ്പെടുക. അങ്ങനെ നിങ്ങൾ ആൺകുട്ടിക്ക് കൂടുതൽ പ്രൊവൈഡ് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ 2 അസമത്വങ്ങളാണ്, 2 അന്യായങ്ങളാണ് ചെയ്യുക. ഒന്ന്, ഈ ആൺകുട്ടിയുടെ മനസ്സിൽ താൻ എന്തോ വിശേഷപ്പെട്ടതാണെന്നുള്ള ഒരു ചിന്തയുണ്ടാകും. താൻ ഉടമയാണ്, എല്ലാത്തിനേക്കാളും മറ്റല്ലെങ്കിൽ കൂടുതൽ പെൺകുട്ടിയെക്കാളും എന്തോ വലിയ സ്ഥാനമുള്ളവരാണെന്ന് ഈ ആൺകുട്ടി ചിന്തിക്കുന്നു. അതുപോലെ ഭാവിയെ തന്നെ ബാധിക്കുന്നു. പകരം പെൺകുട്ടിയാവട്ടെ താൻ എന്തോ കുറഞ്ഞവളാണ്, അല്ലെങ്കിൽ ആൺകുട്ടിയോടൊപ്പം ഞാൻ നിൽക്കുന്നില്ല, അത് കാരണം അവൾ എല്ലാ കാലത്തും ഈ അടിമത്വം അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ജീവിതശൈലി രോഗനിവാരണം എന്ന വിഷയത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രി യോഗ ആൻഡ് ന്യൂറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമീർ സലാഹുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അന്നജം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ആ എനർജി ബോഡി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വയറിലാണ്. വിസറൽ ഫാറ്റ് എന്ന് പറയും. വയറിലെ കൊഴുപ്പായിട്ട് ശേഖരിച്ച് വെച്ച് നമ്മൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, തൊലിയുടെ അടിയിലുള്ള ഫാറ്റായിട്ടാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുക. ATP മെമ്പർമാരായ S. ജയലക്ഷ്മി, മിനി ജോസ്, സംഘടനാ ജില്ലാ പ്രസിഡന്റ് ശിവദാസൻ, ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി ജനാധിപത്യ വിരുദ്ധമായ വാക്കാണെന്ന് മുല്ലക്കര രത്നാകരൻ. മാവേലിക്കര മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം. എഴുകോൺ കാക്കക്കോട്ടൂരിൽ നവീകരിച്ച കണ്ണാടിക്കുളം ഉദ്ഘാടനം ചെയ്തു. ഹരിതതീർത്ഥം പദ്ധതിയിലാണ് കുളം നവീകരിച്ചത്. 27 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം.
പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധം ശക്തം. ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലും CPM-ന്റെ പ്രതിഷേധ പ്രകടനവും യോഗവും, ചക്കുവള്ളിയിൽ SDPI-യുടെ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.